പെൺകുട്ടികളെ നാം വളർത്തുന്നത് വിവാഹത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ജീവിതം നേരിടാൻ വേണ്ടിയിട്ടാണ്. പെൺകുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് 10 കാര്യങ്ങൾ ഒരു 1.5 മിനിറ്റോട് പറഞ്ഞിട്ട് ഒന്ന് കേട്ടിട്ട് പോയിക്കോ നിങ്ങൾ കേട്ടോ. കുറേ മാതാപിതാക്കളെ ചെയ്യേണ്ടത് വെറുതെ സ്നേഹം കൊടുക്കുക എന്നുള്ളതല്ല, സമഗ്രമായ ഒരു തയ്യാറെടുപ്പാണ് അവർക്ക് നൽകേണ്ടത്. ഇനി ശ്രദ്ധയോടെ കേട്ടോളൂ, നിങ്ങൾ 10 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടിയിട്ട് പ്രധാന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. നമ്പർ 1, ഒന്നാമത്തെ വിദ്യാഭ്യാസത്തിന് ആദ്യം നിങ്ങൾ ആയുധമാക്കുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ. പെൺമക്കളുടെ വിദ്യാഭ്യാസം എടുക്കുന്ന കണക്കൂട്ടുകളൊന്നും നമുക്ക് വേണ്ട കേട്ടോ. കാരണം അവർ പഠിക്കുന്നത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടില്ലെന്ന് ആദ്യം നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കുക. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്തിന് വേണ്ടിയിട്ടാണ് അവർ വിദ്യ അഭ്യസിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ, നിനക്കാവും എന്ന് അവളോട് നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നിനക്കതിന് സാധിക്കും, ഇത് പെൺകുട്ടികൾ പറ്റില്ല എന്ന വാക്ക് അവളുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. നിനക്ക് കഴിയുമോള്, നീ ശ്രമിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ അവരോട് പറയേണ്ടത്. നമ്പർ 3, മൂന്നാമത്തെ എന്തെന്നറിയോ, സാമ്പത്തിക ബോധം ചെറുപ്പത്തിൽ നിങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. പണം സമ്പാദിക്കാനും പണം സംരക്ഷിക്കാനും അത് ചെലവഴിക്കാനും പെൺമക്കൾ അറിയണം എന്നുള്ളതാണ്. സ്വന്തം അക്കൗണ്ട്, സ്വന്തം തീരുമാനങ്ങൾ അവരുടെ ആത്മവിശ്വാസമാണ് എന്നുള്ളതാണ്. നമ്പർ 4, നാലാമത്തെ എന്താണെന്ന് നിങ്ങൾക്ക് തൊഴിൽ ഒരു ഐച്ഛികമല്ല, അവകാശമാണ് എന്ന് അവൾ ആദ്യം നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ജോലി വേണമോ വേണ്ടോ ഒക്കെ പെൺമക്കളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. സാഹചര്യങ്ങളുടെ ദയയിൽ നിങ്ങൾ അവൾ ഒരിക്കലും വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്പർ 5, അഞ്ചാമത്തെ എന്താണെന്ന് നിങ്ങൾക്ക് വീട്ടുപണികൾ മാത്രം അവളെ പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ജീവിത പാഠങ്ങളും കൂടെ നിങ്ങൾ പഠിപ്പിക്കുക അവൾ അടുക്കള അറിയണം, പക്ഷേ അതിലൊതുങ്ങരുത് എന്നാണ് പറയുന്നത്. ലോകം അറിയണം, നിയമം അറിയണം, സ്വന്തം അവകാശങ്ങൾ അവൾ അറിയണം. നമ്പർ 6, ആറാമത്തെ എന്താണെന്നറിയാം, ഇല്ല എന്ന് പറയാൻ, നോ എന്ന് പറയാൻ ഉള്ള ധൈര്യം കൊടുക്കുക. എല്ലാവർക്കും സന്തോഷം കൊടുക്കാനുള്ള ഒരു പെൺകുട്ടി അല്ല നമുക്ക് വേണ്ടത്. സ്വയം സംരക്ഷിക്കാൻ അറിയുന്ന ഒരു പെൺകുട്ടിയാണ് ശക്തമായത് എന്ന് നമ്മൾ അവളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ നമ്പർ 7 എന്താണെന്നറിയോ, പരാജയത്തെ പേടിക്കരുത് എന്ന് അവളോട് നമ്മൾ പഠിപ്പിക്കുക. പരാജയം അവസാനമല്ല, അതൊരു പാഠമാണ്. വീണാൽ എഴുന്നേൽക്കാൻ മാതാപിതാക്കൾ കൂടെ ഉണ്ടാകും എന്നൊരു ധൈര്യം അവൾക്കുണ്ടാവും വേണം, അവൾ അറിയും വേണം. നമ്പർ 8, താരതമ്യങ്ങൾ ചെയ്യൽ, കമ്പാരിസൺ എന്ന് പറയും. മറ്റുള്ളവരുടെ മക്കളുമായിട്ടുള്ള താരതമ്യം നിങ്ങൾ ഒരിക്കലും ചെയ്യരുതെന്ന അവരുടെ ആത്മവിശ്വാസം പാടെ തകർന്നു പോകുമെന്നുള്ളതാണ്. ഓരോ പെൺകുട്ടിയും സ്വതന്ത്രമായൊരു ലോകം അവൾ സൃഷ്ടിക്കുന്നുണ്ട്, അതിനവളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്പർ 9, ഏറ്റവും പ്രധാനമായത്, ശരീര സുരക്ഷയും മാനസിക സുരക്ഷയും ഒരുപോലെ പ്രധാനമാണ് എന്ന് അവളെ നിങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നുള്ളതാണ്. അവൾക്ക് എന്ത് ശരി ചെയ്യണമെന്നും എന്ത് തെറ്റാണ് എന്നും തുറന്ന് സംസാരിക്കാനുള്ള ഒരു സുരക്ഷിതമായൊരു സ്പേസ്, ഒരു ഇടം നിങ്ങളുടെ വീട്ടിലുണ്ടാകണമെന്നുള്ളതാണ്. നമ്പർ 10, അവസാനത്തെ എന്താണെന്നറിയോ, മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ വഴികാട്ടി എന്നുള്ളത്. നിങ്ങൾ കാണിക്കുന്ന ധൈര്യവും നീതിബോധവും സ്വയം മാനവും അവൾ ജീവിതത്തിൽ പകർത്തുമെന്നുള്ളത് വാക്കുകളല്ല, പ്രവർത്തികളാണ് അവളുടെ പാഠപുസ്തകമെന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. സ്നേഹിതരെ, അതുകൊണ്ട് സ്വയം പര്യാപ്തിയായ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ അഭിമാനമല്ല, ഒരു സമൂഹത്തിൻ്റെ ശക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാം ഇത് ഇന്ന് ശരിയായി വളർത്തിയാൽ നാളെ അവൾ തന്നെയാണ് ഈ ലോകത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ ശബ്ദവും രക്ഷയും എന്ന് പറയുന്നത്. പെൺമക്കൾ ഭാരമല്ല കേട്ടോ, അതൊരു ഭാവിയാണ്.